അങ്ങനെ എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെ പോകാൻ അമ്മൻ്റെ വീട്ടിൽ നിന്ന് ആസ് യൂഷ്വൽ കുറേ സാധനങ്ങളുണ്ട്, പിന്നെ ഒരു പോളൂസും ഉണ്ട്. ഒക്കെ തീരെ വയ്യുന്നുണ്ട്. അപ്പോൾ ആ വൈക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അങ്ങനെ പോവാച്ചു. ഈ ഇരിക്കടെ ഇപ്പൊ ഒന്നും നോക്കണ്ട കേട്ടോ. ഡോക്ടറെ അടുത്ത് എത്തിയപ്പോൾ അസുഖത്തിന്റെ കാര്യം ഒന്നും നോക്കാറില്ല. പിന്നെ മൂപ്പരെ വായിലിരിക്കുന്ന ചീത്ത മുഴുവൻ ഞാൻ അളിച്ചുകൊണ്ട് കിട്ടുന്നു. അല്ല അപ്പം ഞാൻ അനിയത്തായി പോയില്ലേ. അത് കഴിഞ്ഞ് ടെക്സ്റ്റൈൽസ് ഒന്ന് കേട്ടോ, റണ്ണിങ് മെറ്റീരിയൽ വാങ്ങാണ്ടായിരുന്നു. പിന്നെ അമ്മച്ചി എന്തൊക്കെ വാങ്ങാൻ പറഞ്ഞപ്പോൾ അതും വാങ്ങി. ഉമ്മ ഒന്നും പറയാനില്ല കേട്ടോ. രക്ഷയില്ലാത്ത ചൂടായിരുന്നു. സൂര്യൻ ആത്മാർത്ഥമായി തന്നെ പണിയെടുക്കുന്നുണ്ട്. ഇത്രേ ആത്മാർത്ഥത വേണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വയ്യാത്ത കുട്ടിനെ കൊണ്ട് പണിപ്പിക്കണോ എന്ന് ചോദിച്ചാൽ എന്നെ ചീത്തപ്പിച്ചാലേ ഇനി കുറച്ച് പണിയെടുത്തോട്ടെ. അപ്പോൾ അതിന് കുഞ്ഞുകാര്യം മേത്തേറി കേട്ടോ. ഓനും പനിയുന്നു. രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല എന്ന് അമ്മച്ചി പറഞ്ഞത്. ഇപ്പം പനിയൊക്കെ വിട്ട് ഇന്നെ കണ്ടതിന്റെ പൊലിവാണ്ടോ ഈ ചിരിയൊക്കെ. പിന്നെ ഓലപ്പം കുറച്ച് നേരം കളിച്ചിരുന്നു കേട്ടോ. നോമ്പ് ഒറ്റ ചാളം മുന്നിൽ നിന്നാണ്ട് ഒരു ബിസ്ക്കറ്റ് നിന്ന്. പിന്നെ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര കൺട്രോളാണ്. പിന്നെ കുട്ടി ഇറങ്ങാൻ പോയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീറ്റു. പിന്നെ കുറച്ച് തുണികളൊക്കെ തോരാണ്ടായിരുന്നു കേട്ടോ. ഈ മെഷീനിൽ കാണുമ്പോൾ കുറച്ച് തുണികളൊന്നും വിചാരിക്കും. പക്ഷേ ഈ കൊട്ടയിൽ ഇടുമ്പോഴാണ് ശരിക്കും എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇത് വീടിന്റെ ബാക്ക് സൈഡ് ആട്ടോ. ഫുള്ള് പാറയാണ്. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം ഇവിടെ മൊത്തം കാം ആൻഡ് ക്വയത്താണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും. പിന്നെ ഈവനിങ് ആയ നല്ല കാറ്റായിരിക്കും കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഒരാൾ ഇന്നെ തെരഞ്ഞു ഇവിടെ എത്തിക്കണുണ്ടോ. ഉറങ്ങി എണീറ്റപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ മരുന്നൊക്കെ കുറിച്ചൊന്ന് റെഡി ആയതാണ്. പിന്നെ എക്സാം സീസൺ ആയതുകൊണ്ട് പോളൂസും ബുക്കും പിടിച്ചെത്തിയാണ് കേട്ടോ. ഇതൊക്കെ പേപ്പറിൽ കണ്ടാൽ മതി. ശരിക്കും 5 മിനിറ്റ് കൊണ്ട് കഴിയേണ്ട പണിയാണ്. ഇവ രണ്ടാളും കൂടി വന്നിട്ട് അത് 25 മിനിറ്റ് ആക്കി തന്നു. എനിക്ക് പിന്നെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ നോക്കാല്ലേ. തരി ഉണ്ട് കേട്ടോ. തരിന്നോ തരിക്കഞ്ഞിന്നോ എന്ന് വേണമെങ്കിലും പറയും. ഇവിടെ അങ്ങനെ എന്നും ഉണ്ടാക്കില്ല. ആദ്യമൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ ഇതിന്റെ അത്ര ഫാനൊന്നും അല്ല. ഇന്ന് പിന്നെ അമ്മച്ചി ഉണ്ടാക്കിയതുകൊണ്ട് കുടിച്ചു. പിന്നെ എന്റെ ഫേവറേറ്റ് റൈസ് ആയിരുന്നു കേട്ടോ അമ്മച്ചി ഇന്ന് ഉണ്ടാക്കിയത്. പേരൊന്നുമില്ല, വേണേ ഇറച്ചി ചോറെന്നൊക്കെ പറയാം. ഒറ്റ വിസിലടിച്ചാൽ മതി. സംഭവം റെഡി ആവും. അത്രേ ഉള്ളൂ. എനിക്ക് ബിരിയാണിനെക്കാട്ടിലൊക്കെ ഇഷ്ടം ഈ ഒരു റൈസ് ആണ് കേട്ടോ. അങ്ങനെ കാരക്കയും വെള്ളം വെച്ചിട്ട് നോമ്പ് തുറന്നു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ജ്യൂസ്. മധുരമൊന്നും ഇടൂല കേട്ടോ. എന്നാലും ജ്യൂസ് കുടിച്ചാൽ ഒരു സമാധാനമാണ്. പിന്നെ ഒരു ഗ്ലാസ് തരിയും കുടിച്ചു കേട്ടോ. രായപ്പോഴേക്കും വയറ് ഓൾമോസ്റ്റ് ഫില്ലായി. പിന്നെ നമ്മുടെ ഫേവറേറ്റ് റൈസ് വിട്ടൊരു കളിയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് റൈസും കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.